അയ്യപ്പേട്ടാ, എന്തിന് KC വേണുഗോപാൽ ആന്റണിയെ പൊക്കിക്കൊണ്ടുവരണം? അതായത് KC വേണുഗോപാലിനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി കസേര അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. അതായത് AICCയുടെ വക്താവായി നിന്നുകൊണ്ട് നൂലിൽ കെട്ടി ഇങ്ങനെ ഇറക്കി ഒരു സ്ഥാനാർത്ഥിയായി തനിക്ക് മുഖ്യമന്ത്രി ആകാം എന്നൊരു സ്വപ്നം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറയുന്ന ഒരു സ്വപ്നം അദ്ദേഹം കാണുന്നുണ്ട്. ആ സ്വപ്നം കാണുന്നതിന് വെറും സ്വപ്നം മാത്രമല്ല, അദ്ദേഹം കാണുന്നത് ഈ ചില ചാണക്യതന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ. ഇപ്പൊ VD സതീശന് മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഷർട്ട് തച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം വരെ ആവാറായി. ആ 5ാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ്. അതെ, അത് ഖദർ ഷർട്ടിൽ വീണ് തുടങ്ങി. അതിനിടയ്ക്ക് കൂടെ അതുവരെ കഴിഞ്ഞ 4 കൊല്ലം വെള്ളം കോരിയ ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് രമേശ് ജി ഇവിടുന്ന് നേരെ പിന്നെ അദ്ദേഹത്തിന്റെ പഴയ കൂറ് പിന്നെ സുകുമാരൻ നായരുടെ നായർ സമുദായത്തോടും വന്ന് അവിടെ അവരുടെ സമാധിയിൽ അവിടെ പോയി അദ്ദേഹത്തിന്റെ കൂറ് അദ്ദേഹം പ്രകടിപ്പിച്ചു. മന്നത്തെ സ്മാരകത്തിലൊക്കെ പോയി കാലേ വീണു. പെരുന്നയിലാശാനെ കാണാൻ ഇപ്പൊ ആരെല്ലാം പോയി എന്നറിയോ? അദ്ദേഹത്തിന് ഒരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം കിടക്കുകയാണ്. സാക്ഷാൽ പിണറായി വിജയൻ പോയി, പിന്നെ അണ്ണ എന്ന് വിളിക്കുന്ന വെള്ളാപ്പള്ളി മുതലാളി പോയി, നടേശ മുതലാളി പോയി. നടേശ മുതലാളി ഇന്നലെ കാണാൻ പോയി, സുകുമാരൻ സാറിനെ കാണാൻ. ഇതെല്ലാം ഈ പറയുന്ന പോലെ ഒരു പ്രഹസനമാണ്. എന്ത് പ്രഹസനമാണ് സജി എന്ന് ചോദിക്കുന്നത് പോലാണ് ഇവരുടെയൊക്കെ പ്രവൃത്തി. ജനങ്ങളും മണ്ടന്മാരാവാണേ. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ പോകാം. അതായത് ഇത്തരത്തിൽ പിന്നെ രമേശ് അങ്ങനെ കണ്ടിരിക്കുന്നു. രമേശിന് അപ്പോൾ ഒരു ആഗ്രഹം, അത് മാറി നിൽക്കുന്നു. രമേശിന്റെ ഒരു ആഗ്രഹമുണ്ട്, അതിങ്ങനെ വഴി നിൽക്കുന്നു. അപ്പോഴതാ മറ്റൊരു നായർ ശശി തരൂരുണ്ട്. എനിക്കെന്താ കുഴപ്പം, ഞാൻ മുഖ്യമന്ത്രിയായാലും എങ്ങനെ ഇരിക്കുന്നു? അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് അദ്ദേഹം വീമ്പിളക്കിയതേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനേ അല്ല. ഒരു നല്ല വശം ഉണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമില്ലാതെ നല്ലതെന്ന് പറയുന്ന ഒരാളാണ്. അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ അന്ന് വിമർശിച്ചത് MM ഹസനെ പോലെയുള്ള പിന്നെ എന്താ പറയാ, നമുക്ക് വിവരിക്കൽ വാക്കുകളില്ലാത്ത പ്രമുഖനായ നേതാക്കളാണ് അന്ന് അദ്ദേഹത്തെ വിമർശിച്ചത്. അപ്പൊ അവർക്കൊന്നും അദ്ദേഹത്തിന്റെ 7 എഴുത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല. ആരുടെ? തരൂരിന്റെ. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ 3 പേര് ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് 3 പേരും ഇങ്ങനെ ഉടുപ്പം തച്ച് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ പിന്നെ കേന്ദ്രം രാഹുൽ ഗാന്ധി വിചാരിക്കുന്നു, ദൈവമേ ഇവിടെ ഇവൻ എൻ്റെ ചെവി കടിച്ച് എനിക്ക് ഒരു രക്ഷയില്ല, എന്നെ ഉപദേശിച്ച് ഒരു പാട് വരുത്തിയിരിക്കുക, ഇവൻ ഇവിടുന്ന് കെട്ടിയെടുത്തങ്ങ് കേരളത്തിലോട്ടാക്കിയ അടുത്ത കുറെ നാളത്തേക്ക് എനിക്കിത്തിരി സമാധാനം കിട്ടും എന്ന് അദ്ദേഹം ചിന്തിച്ച് അങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതിനാണ് ഇപ്പൊ ചെവി കടിച്ചുകൊണ്ട് തന്നെ നടക്കുന്നത്. ഒരു രക്ഷയില്ല. രാഹുൽ ഗാന്ധി വരണ്ടാന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഇടിച്ചു കയറി ചെല്ലേ, മനസ്സിലായില്ലേ? ഈ ബോബനും മോളിയിലെ പട്ടിയെ പോലെ. അപ്പൊ അങ്ങനെ ബോബനും മോളി നമ്മൾ അരിച്ചിറങ്ങി കയറിയല്ലോ. അപ്പൊ അതേപോലെ തള്ളിക്കയറി വന്നുകൊണ്ടിരിക്കുന്നതിന് ഇദ്ദേഹം തന്നെ അങ്ങ് തീരുമാനിക്കും, ഇതിനെ എടുത്തങ്ങ് കളയാം എന്ന് ചിന്തിച്ച് അങ്ങനെ തന്നെ കെട്ടി ഇറക്കി വയ്ക്കും എന്നൊരു സ്വപ്നം ഇദ്ദേഹം കാണുന്നുണ്ട്. അതിന് KC വേണുഗോപാൽ അതിന് തന്നെ അങ്ങനെ കെട്ടി ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു യുദ്ധക്കളമാവണം. ഓതിരം കടകൻ കോൺഗ്രസ്സുകാർ തമ്മിൽ തന്നെ കളിക്കണം. അത് ഓൾറെഡി ഉള്ളതല്ലേ കോൺഗ്രസിൽ. അതില്ലാതെ കോൺഗ്രസ് ഇല്ല. എന്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്, പിളരും തോറും വളരുന്ന പാർട്ടി. അത് മാണി കോൺഗ്രസ്. മൊത്തത്തിൽ കോൺഗ്രസിനെ പറ്റി കോൺഗ്രസും അങ്ങനെയൊക്കെ തന്നെയാണ്. കോൺഗ്രസിനകത്ത് ഈ വളർന്ന് വലുതാവുന്ന ഒരു പാർട്ടി. എന്നാൽ ഒരെണ്ണത്തിന് അച്ചടക്കം എന്ന് പറഞ്ഞ സംഭവം ഇല്ലതാനും. അവർ ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ആയിരിക്കും. ജനാധിപത്യ പാർട്ടിയാണ്. അവിടെയാണ് KCയുടെ കാര്യത്തിലേക്ക് അതെ, KCയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. അപ്പൊ ജനാധിപത്യ പാർട്ടിയിൽ കേഡറിസം കൊണ്ടുവരാൻ വന്ന സുധാകരൻ. അപ്പൊ സുധാകരൻ ഇനി ഒരുപാട് കേഡറിസം കളിച്ചാൽ ചിലപ്പോൾ പിണറായിക്കിട്ട് പണി പിന്നെയും വരും. വാടാ നെഞ്ചിൽ, ഈ മല്ലന്മാര് വിളിക്കുന്ന പോലല്ലേ പിണറായി വിളിക്കുന്നത്, വാടാ നെഞ്ചത്ത് വാടാ എന്ന് പറഞ്ഞല്ലേ സുധാകരൻ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് അവസാനം പിണറായിക്ക് വട്ടളവി. പിണറായി ചിലപ്പോൾ ഇനി എന്റെ പല കേസുകളൊക്കെ എടുത്ത് വെളിയിട്ടാല. അപ്പൊ ചോദിക്കും, എന്ത് കേസ്? അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു തവണ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 10 കൊല്ലത്തിന് മുമ്പ് സരിത എന്നൊരു മഹതിയുടെ സോളാർ കേസുമായി വന്ന ഓർമ്മയുണ്ടല്ലോ. സോളാറിൽ ഒരു സർക്കാരിനെ സരിത ചേച്ചി വരുന്നു, ഒരു സർക്കാരിനെ മൊത്തത്തിൽ തള്ളിയിടുന്നു. അങ്ങനെ മൊത്തത്തിൽ തള്ളിയിട്ട സരിത ചേച്ചിയുമായി ബന്ധപ്പെട്ട് കാര്യം പിന്നെ നിറം പിടിപ്പിച്ച കഥകൾ നിരവധി പേരുടെ പേരിൽ വന്നു. ഗണേഷ് കുമാർ തുടങ്ങി AP അനിൽകുമാർ വരെയുള്ള ആ പേരുകൾ ഇപ്പൊ പറയുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നാം പറയുന്നില്ല. അപ്പൊ അവർക്കിപ്പോ അവരുടെ പേരുകൾ ഇപ്പൊ പറയുന്നതിൽ ആകെ അങ്ങനെയുള്ള വിഷയത്തിൽ പറയുന്നതിൽ ഒരു ഉളുപ്പില്ലാത്ത KB ഗണേഷ് കുമാർ മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് അലങ്കാരമാണ്, ഭൂഷണമാണ്, അതൊരു വിഷയമേ അല്ല. അപ്പൊ ഭൂഷണമല്ല തങ്ങളെയൊക്കെ എന്തിനിങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുന്ന ബാക്കി പേരുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ആ പേര് പറയുന്നില്ല. അതിലൊരാൾ KC വേണുഗോപാലാണ്. ഈ KC വേണുഗോപാലിന് അറിയാം. അതായത് KC വേണുഗോപാലിന്റെ ഒരു കേസ് പിണറായി വിജയന്റെ, ഈ കേസിനെ സംബന്ധിച്ചുള്ള ഡേറ്റാസ് എല്ലാം പിണറായി വിജയന്റെ കയ്യിലുണ്ട്. എങ്ങനെ പിണറായി വിജയന്റെ കയ്യിലുണ്ട്?
എന്താ അതേത് കേസ്? അത് ഈ സോളാർ കേസ്, സരിതയുമായി ബന്ധപ്പെട്ട കേസ്. അതെ, അതാ ഞാൻ ആദ്യം സരിതയുടെ പേര് പറഞ്ഞത്. ഈ കേസ് സരിതയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഈ കേസ് കയ്യിലുണ്ട്. ആരുടെ കയ്യിൽ? MR അജിത് കുമാറിന്റെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പിണറായിയുടെ കയ്യിലാണ്. അപ്പൊ പിണറായിയുടെ കയ്യിൽ ഈ കേസ് ഉള്ളപ്പോൾ പിണറായിയെ കൂടുതൽ തെറി പറയാൻ പറ്റില്ല. വേണമെങ്കിൽ CPM-നെ തെറി പറയാം, ഗോവിന്ദനെ തെറി പറയാം, അല്ലെ? അവർ കൊണ്ടുവരുന്ന സർക്കാർ പദ്ധതികളെ തെറി പറയാം, ബ്രൂവറിയെ തെറി പറയാം, അല്ലെ? അങ്ങനെയൊക്കെ തെറി പറയാനും നമ്മളിപ്പോ പറഞ്ഞ പോലെ എന്തടാ സജി എന്ന് ചോദിച്ച പോലെ, സാറേ അല്ലെങ്കിൽ സഖാവേ അല്ലെങ്കിൽ പിണറായി എണ്ണ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞോളൂ കേട്ടാ, എന്റെ പേപ്പർ എന്ന് പറഞ്ഞില്ലെങ്കിലും പിണറായി ഒന്ന് കണ്ണുരുട്ടും, എന്റെ കയ്യിലുണ്ട് എന്ന് പിണറായി പറയും. അങ്ങനെ MR അജിത് കുമാർ സരിതയെ പറഞ്ഞു പഠിപ്പിച്ച്, ജയിലിൽ പോയി പറഞ്ഞു പഠിപ്പിച്ച എങ്ങനെ പോലീസിന് മൊഴി കൊടുക്കണം. KC വേണുഗോപാലിനെ പരിചയം ഉണ്ടായിരുന്നു. ആ കേസിൽ അവൾ വെട്ടിത്തുറന്ന് അവൾ എഴുതിയ കത്തിൽ, സരിത ക്ഷമിക്കുക, അവളെന്ന് പറയുന്നതിൽ ക്ഷമിക്കുക, സരിത എന്ന മഹതി എഴുതിയ കത്തിൽ, അവർ എഴുതിയ കത്തിൽ ഉണ്ടായിരുന്നു ആരുടെയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പേരുകാരില്ല, അതിൽ ഈ വ്യക്തിയുടെ പേരുണ്ടായിരുന്നു. അപ്പോൾ MR അജിത് കുമാറിനെ പോലീസ് സേനയിൽ പറയുന്നു അങ്ങനെ ഒരു ഗജ കില്ലാടി എന്നാ പറയുന്നത്, വിറപ്പിക്കുമെന്നാ പറയുന്നത് കൂടെയുള്ളവരെയൊക്കെ. അങ്ങനെ വിറപ്പിക്കുന്ന സിംഹമായതുകൊണ്ടാണ് വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നിയത്. എന്നെയും നിങ്ങളെയും വിറപ്പിക്കുകയാണ് പിണറായി വിജയൻ. അങ്ങനെ വിറപ്പിക്കുന്ന MR അജിത് കുമാറിനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സമയത്ത് ഈ പേപ്പറുകൾ MR അജിത് കുമാറിന്റെ കയ്യിലുണ്ട്. അതാര്? MR അജിത് കുമാർ പറഞ്ഞു പഠിപ്പിച്ച് സരിതയെ കൊണ്ട് നീ ഇങ്ങനെ പറയണം എന്ന് സരിതയെ കൊണ്ട് പറയിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അത് പുറത്തു വന്നു. സരിത തന്നെ പറഞ്ഞിട്ടുണ്ട്, MR അജിത് കുമാർ എന്നെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്, KC വേണുഗോപാൽ ഇല്ല. ആ മൊഴി ഇന്ന് പിണറായിയുടെ വശമുണ്ട്. ആ സാധനം വെളിയിൽ വന്നാൽ ഇദ്ദേഹത്തിന്റെ സർവ്വ ഇമേജിനെ ബാധിക്കും എന്നുള്ള കാര്യം KC വേണുഗോപാലിന് അറിയാം. ആയതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന് ഈ പറയുന്ന സുധാകരനെ പോലെ പഞ്ചുള്ള ഒരാളിനെ KPCC പ്രസിഡന്റായി വെച്ചാൽ, അപ്പോൾ ഈ 14 നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചു പറഞ്ഞു, 14 മുതിർന്ന നേതാക്കളെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഈ പറയുന്ന ആന്റണിയെ ആര് നിങ്ങൾക്ക് നിർദ്ദേശിച്ചെന്നാലും ദയവായി വെക്കരുത്. കാരണം സുധാകരനെ ഇവർ വെച്ചതിന്റെ കഥ എല്ലാവർക്കും അറിയാലോ. എന്തുകൊണ്ട് സുധാകരനെ അന്ന് KPCC പ്രസിഡന്റ് ആക്കിയെന്ന് ചോദിച്ചാൽ, കണ്ണൂരുകാരനായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മല്ലിടിച്ച് നിൽക്കാൻ കഴിവുള്ള ഒരേ ഒരാള് സുധാകരനെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അവിടെ അവർ വിജയിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കൊള്ളരാത്തവനായതിന്റെ പിന്നിൽ കേരളത്തിലെ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ഗ്രൂപ്പിസം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്ന പോലെ ഇലക്ഷൻ അടുത്ത് വരുന്നു, ഗ്രൂപ്പിസം, അടി തമ്മിലടി. ചുരുക്കത്തിൽ പറഞ്ഞാൽ KCയുടെ തല പിണറായിയുടെ കക്ഷത്തിലാണ്. തീർച്ചയായിട്ടും KCയുടെ തല പിണറായിയുടെ കക്ഷത്ത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പോൾ ആന്റണിയെ പോലെയുള്ള ഈ പറയുന്ന ആരും അറിയാത്തൊരു നേതാവാകുമ്പോൾ പിണറായി ഒന്ന് തുറിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ഗോവിന്ദനൊന്ന് ഇളിച്ചു കാണിച്ചാൽ തീർന്നു. ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഇളിച്ചാണല്ലോ ഇപ്പോ മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിട്ടി ചിരിയും ചിരിച്ചിട്ട് പറയാനുള്ളത് പറയുന്ന രീതിയിൽ ഗോവിന്ദൻ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന ആന്റണിക്ക് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പോലും ചിലപ്പോൾ അറിയില്ല. ഇപ്പൊ KPCC പ്രസിഡന്റിനെ വേദി ഇരുത്തിക്കൊണ്ട് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ മഹാനെ ചിലപ്പോൾ കോൺഗ്രസിന്റെ പാരമ്പര്യം പോലും അറിയാത്ത ഒരു KPCC പ്രസിഡന്റ് ആദ്യമായിട്ട് അവർ കാണുമായിരിക്കും. ഏതായാലും തങ്ങളുടെ ഇത്തരത്തിലുള്ള എന്താ കളികൾക്ക്, ഈ ചക്കളത്തി പോരിന്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒളിയമ്പ് കഥകളോ അല്ലെങ്കിൽ ഒളിക്കഥകൾക്കോ മറ പിടിക്കാനായിട്ട് ഇത്തരം ഒളിക്കഥകൾ പുറത്തു വരാതിരിക്കാൻ, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഇത്തരം തന്റെ നേരെയും ചോദ്യങ്ങൾ വരാതിരിക്കാൻ ഒരു പേര് അത്രമാത്രം, അത്തരത്തിൽ ഒരു പേരിനൊരാളെ ഇടുന്നു, ഒരു റബ്ബർ സ്റ്റാമ്പിനെ ഇടുന്നു. അതിന് KC വേണുഗോപാൽ ഇട്ടുകൊടുത്ത പേരാണ് ആന്റണി. കാര്യം ആന്റണി പോലും അതിശയിച്ചു തന്റെ പേര്. കാര്യം തന്റെ പേര് ആദ്യം ഇപ്പൊ 2 മാസം മുമ്പ് ഇദ്ദേഹത്തിന് ആരോഗ്യത്തിന്റെ പ്രശ്നം ഇവർ വീണ്ടും പറഞ്ഞു വന്നിരുന്നു. കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനെ വന്നതാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ പറയുന്നത്, നമ്മൾ വിഷയം മാറുന്നതല്ല, എന്നെ നാറ്റിക്കരുത് എന്നാ പറയുന്നത്. അപ്പൊ ഇതില് AICC ഇപ്പൊ ആകെ കുഴങ്ങി നിൽക്കുന്നത് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. നമ്മൾ പ്രാഥമികമായി ചിന്തിക്കുമ്പോൾ കോൺഗ്രസിന്റെ തലപ്പൊക്കമുള്ള ഒരു നേതാവാണ് സുധാകരൻ. തലപ്പൊക്കമുള്ള ഒരു നേതാവ് അവിടുന്ന് മാറുമ്പോൾ ആ സ്ഥാനത്ത് അത്തരത്തിൽ തലപ്പൊക്കമുള്ള ഒരു നേതാവ് വേണം എന്ന് മുരളീധരനും മുല്ലപ്പള്ളിയും VM സുധീരനും പറയുമ്പോൾ അതിൽ ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നു. മുരളീധരന്റെ പേര് ഇപ്പോഴും ആ സ്ഥാനത്തേക്ക് യോഗ്യമാണെന്ന് AICC കണ്ടെത്തിയാൽ AICCക്ക് വിജയമാണെന്ന് പറയാം. ഇല്ല, തങ്ങൾക്ക് ഈ പറയുന്ന ദീപാദാസ് മുൻഷിയെ പോലെയുള്ള 2ാം നിര നേതാക്കൾ എന്താണ് കേരളത്തിലെ പൊളിറ്റിക്സ് എന്നറിയാതെ ഈ VD സതീശനും മറ്റുള്ളവരും ചെവികടിച്ച് കേട്ടത് എന്റെ പുറത്ത് പറഞ്ഞ പേരാണ് ഈ ആന്റണി. അങ്ങനെയാണ് ഒരു മണ്ടൻ തീരുമാനം പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗും RSP ഷിബു ബേബി ജോണും എല്ലാം ഇനിയും ഒരിക്കൽ കൂടെ വെളിയിരുന്ന് ഇങ്ങനെ കൊതി വിട്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. അയ്യോ സ്റ്റേറ്റുകാർ പോലും ഞാൻ ഇനി എന്ന് ഇതിൽ പോകും എന്നുള്ള അവസ്ഥയെ പറയാൻ പറ്റൂ.